വാട്ട്സ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? ഹസിനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻസ് എന്താണ്? അറേഞ്ച് പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓൾ ഓഫ് യു. ഒത്തിരി നാളായി ഞാൻ വ്ലോഗ് ഒക്കെ എടുത്തിട്ട്. കാരണം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ആകെ എനിക്ക് തോന്നുന്നു ഞാൻ 3 വീഡിയോസ് അങ്ങോട്ടേ ചെയ്തിട്ടുള്ളൂ. ലാസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോ വാട്സൺ ബൈ റിലാക്സേഷൻ ആയിരുന്നു. അതും ഒരു 2 മാസം അങ്ങോട്ട്, ഇപ്പൊ 2 മാസം കഴിഞ്ഞു. അത് ഇട്ടിട്ട് ഇപ്പൊ 2 മാസം കഴിഞ്ഞു. പിന്നെ അതിനുശേഷം ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. കൂടുതലും ഷോർട്സ് ആണ് കൂടുതലും ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം ഗൈസ്, ടൈം കിട്ടാത്തതുകൊണ്ടാണ് വ്ലോഗ് ഇടാത്തത്. അതായത് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. ടൈം കിട്ടാത്തതുകൊണ്ടാണ് മെയിൻലി എനിക്ക് വ്ലോഗ് എടുക്കാൻ സമയമില്ലാത്തത്. പിന്നെ ഷോർട്സ് ആകുമ്പോൾ അത്ര നേരം വേണ്ടല്ലോ. കൂടുതലും ഡാൻസ്, അതുപോലെ തന്നെ നമ്മള് ഡയലോഗ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് കൂടുതൽ ഞാൻ അതിനകത്ത് ഇടുന്നത്. പിന്നെ മെയിൻലി ഇപ്പം വേറെ എങ്ങും നമ്മൾ പുറത്തൊന്നും പോകുന്നുമില്ല. ഞാൻ വീട്ടിൽ തന്നെയാണ് ഇപ്പം. അപ്പം അതുകൊണ്ടാണ് മെയിൻലി വ്ലോഗും കാര്യങ്ങളൊന്നും ഇടാത്തത്. എന്നാലും ഞാൻ ഇനിയും മാക്സിമം ഞാൻ വീഡിയോസും ഷോർട്സും അതിൻ്റെ കൂടെ വീഡിയോസും ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഇന്ന് തമിഴിൽ കണ്ടതുപോലെ ഞാൻ 2 ആഴ്ചക്ക് മുന്നേ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് Q&A വീഡിയോ ആണ് ഇത്. ഞാൻ 2 ആഴ്ച മുന്നേ ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ അതുപോലെ യൂട്യൂബിലൊക്കെ Q&A പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലർ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഒരുമിച്ച് പറയാമെന്ന് വെച്ചു. ഓൾറെഡി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് നിങ്ങളോട് എന്നെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. എന്നാലും കുറച്ചുകൂടെ എന്നെ നിങ്ങൾ പരിചയപ്പെടുത്താം. കാരണം ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് കുറച്ച് നിങ്ങൾക്ക് എന്നെ പറ്റി അറിയാൻ വെച്ചാണ് ഞാനിങ്ങനെ Q&A വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വെച്ച്. അപ്പൊ അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. സോ വൺസ് അഗൈൻ ഐ വെൽക്കം ഓൾ ഓഫ് യു ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ ഇനിയിപ്പം ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ്, അപ്പം സാധാരണ ജനറൽ ആയിട്ടുള്ള ഞാൻ കുറച്ച് തന്ന ക്വസ്റ്റ്യൻസ് ഞാൻ നേരെ ഡയറിയിൽ എഴുതിയെടുത്തു. കാരണം ഫോണിൽ ഓൾറെഡി നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് അതിനകത്ത് നോക്കി വായിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഇച്ചിരി ഓർമ്മ ഇതൊക്കെ കുറവുള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് എനിക്ക് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാനൊരു ഡയറിയിലാക്കി ഇങ്ങനെ എഴുതി. അപ്പം അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് പറയുകയും ചെയ്യാം, ഒന്നും വിട്ടും പോകത്തില്ല. ഞാൻ മാക്സിമം എനിക്ക് എല്ലാ തന്ന ക്വസ്റ്റ്യൻസ്, പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അത് ഒരുമിച്ച് മറുപടി പറയാന്ന് വെച്ചു. ബാക്കിയൊക്കെ എല്ലാം എന്നോട് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഓൾറെഡി ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഓരോന്നായിട്ട് നമുക്ക് റിപ്ലൈ തരാം. അപ്പൊ ഫസ്റ്റ് ഇപ്പൊ എല്ലാവരും എന്നോട് ജനറലായിട്ട് ഒരാൾ കുറച്ച് പേര് ചോദിച്ചായിരുന്നു എൻ്റെ ഇൻസ്റ്റാഗ്രാം നെയിം, അതുപോലെ തന്നെ എൻ്റെ സ്ഥലം എവിടാ, അതുപോലെ തന്നെ എൻ്റെ ഏജ്, ഫേവറേറ്റ് കളർ, ഫുഡ്, അങ്ങനെയൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ആണ്. സോ അപ്പൊ ആദ്യം എൻ്റെ പേര് ഗായത്രി എന്നാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ്, FB, എൻ്റെ സോഷ്യൽ മീഡിയാസിലെല്ലാം ഗായത്രി പ്രമോദ് എന്നാണ് എൻ്റെ ചാനലിന്റെ പേര്. യൂട്യൂബിലും ഗായത്രി പ്രമോദ് ആണ്, ഇൻസ്റ്റാഗ്രാമിലും ഗായത്രി പ്രമോദ് ആണ്. സോ അതാണ് എൻ്റെ പേര്. പിന്നെ എൻ്റെ ഏജ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏജ് സത്യം പറഞ്ഞാൽ ഇപ്പം 23 ആണ്. ഇനിയിപ്പം ഈ വർഷം ലാസ്റ്റ് ആകുമ്പോൾ 23 തികഞ്ഞ് 24 കിടക്കും. 24 വയസ്സായി ഗൈസ്. ഇപ്പോഴും എനിക്ക് എൻ്റെ ഒരു കോളേജ് കാലഘട്ടം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫീലിങ്ങിലാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത്. പക്ഷെ വർഷങ്ങളെല്ലാം പെട്ടെന്ന് പോകുന്നു, അതുപോലെ നമുക്ക് പെട്ടെന്ന് വയസ്സും ആവുന്നു ഗൈസ്. ഇപ്പം 23 വയസ്സാണ്. പിന്നെ എൻ്റെ സ്ഥലം ചോദിച്ചിട്ടുണ്ട്. സ്ഥലം എൻ്റെ വന്നിട്ട് ഞങ്ങൾ ചെങ്ങന്നൂർ കൊടുവല്ലൂർ എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ സ്ഥലം വന്നിട്ട്. പിന്നെ കുറച്ച് പേര് എന്നോട് ചോദിച്ചു കാരക്കാട് എവിടെയാണ്. അപ്പൊ കാരക്കാട് സത്യം എൻ്റെ പപ്പയുടെ വീടാണ് കാരക്കാട്, അമ്മ വീടാണ് കൊടുവല്ലൂർ. ഞാനിപ്പോ താമസിക്കുന്നത് കൊടുവല്ലൂരാണുള്ളത്. ഓക്കെ, പിന്നെ എൻ്റെ ഫേവറേറ്റ് കളർ, ഫുഡ്, അതുപോലെ തന്നെ അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഫേവറേറ്റ് കളർ എനിക്ക് ബ്ലാക്ക്, വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് വൈറ്റ് ഒക്കെ ഇട്ടുണ്ടാവും നിൽക്കുന്നത്. പിന്നെ റെഡും ഇഷ്ടമാണ്. അപ്പം റെഡ് കൂടുതൽ ഞാൻ ഡ്രസ്സ് എടുക്കുമ്പോൾ മെയിൻലി ഈ കളറൊക്കെ നോക്കിയാണ്. ബ്ലാക്ക് ഏറ്റവും ഇഷ്ടം, ഭയങ്കര ഫേവറേറ്റ് ബ്ലാക്ക് ആണ്. ബ്ലാക്കും വൈറ്റ് റെഡ് ഒക്കെയാണ് ഫേവറേറ്റ് കളർ. ഫേവറേറ്റ് ഫുഡ് നോ ഡൗട്ട് ബിരിയാണി. ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ ചെന്നാലും ഞാൻ ബിരിയാണിയാണ് കൂടുതൽ ഓർഡർ ചെയ്തത്. അപ്പം ബിരിയാണി ഈസ് മൈ ഫേവറേറ്റ്. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പേര് വെച്ചിട്ടുണ്ട്. അമ്മയുടെ പേര് ബിന്ദു എന്നാണ്, അച്ഛൻ്റെ പേര് പ്രമോദ്. പിന്നെ എനിക്ക് സിബ്ലിങ്സ് ആരുമില്ല, ഞാൻ ഒറ്റ മോളാണ്. അപ്പം വീട്ടില് പിന്നെ അമ്മ, അച്ഛൻ, അമ്മുമ്മ, ഇത്ര പേരാണ് ഉള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് എന്നെ പറ്റി ജനറൽ ആയിട്ടുള്ള കാര്യം. പിന്നെ കുറച്ച് പേര് ചോദിച്ചു ഞാൻ എന്ത് ചെയ്യുന്നു ഇപ്പം പിന്നെ ഞാൻ BSc നേഴ്സിംഗ് ആണ് പഠിച്ചത്. +2 കഴിഞ്ഞതിന് ശേഷം ഞാൻ BSc നേഴ്സിംഗ് കോഴ്സാണ് ചേർന്നത്. പിന്നെ അതിപ്പം ക്ലാസ് ഒക്കെ കഴിഞ്ഞു, റിസൾട്ട് ഒക്കെ വന്നു. ഇപ്പൊ ഈ വർഷം പാസ് ഔട്ടായി. ഇപ്പം വേറെ
പരിപാടികളൊന്നുമില്ല, ജോലിക്ക് വേണ്ടി രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പത്തിൽ ഞാൻ വീട്ടിലാണ്, വേറെ പരിപാടിയൊന്നുമില്ല. ഞാൻ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിപ്പോൾ മുന്നോട്ട് പോകുന്നു. ഇനി രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ നോക്കണം. അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ പരിപാടി. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്കിനിയും ഓരോരോ ക്വസ്റ്റ്യൻസ് ആയി, കുറച്ചൊക്കെ നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്നാൽ നമുക്ക് ഇനി ഓരോരോ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, വാട്ട്സ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? ഒരാൾ എന്നോട് ചോദിച്ചിരിക്കുന്നത് വാട്ട്സ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഫ്യൂച്ചർ പ്ലാൻ ഗൈസ് ഒരുപാടുണ്ട്. നമ്മൾ അറിയാമല്ലോ, ഇപ്പൊ ഇനിയിപ്പം നമ്മളൊരു ജോലിയിലേക്ക് കയറുമ്പോൾ നമുക്ക് ഒത്തിരി ഫ്യൂച്ചർ പ്ലാൻ ആണല്ലോ, കാരണം നമ്മുടെ ലൈഫ് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഒരുപാടുണ്ട്. പക്ഷേ ഇപ്പൊ മെയിൻ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ജോലിക്ക് കയറുക, നാട്ടിൽ എവിടെയെങ്കിലും എക്സ്പീരിയൻസ് കയറി പുറത്തോട്ട് പോവുക, അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്ലാൻ. പിന്നെ ബാക്കിയൊക്കെ ഒത്തിരി ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ആ പ്ലാനൊക്കെ ഓരോന്ന് പറഞ്ഞ് ചിലപ്പോൾ അത് നടന്നില്ലെങ്കിൽ, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യം അത് നമ്മുടെ മനസ്സിൽ തന്നെ വെച്ചേക്കുക, പിന്നെ അത് നടന്നതിന് ശേഷം മറ്റുള്ളവരോട് പറയാം, അതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം അല്ലെങ്കിൽ അത് ചിലപ്പോൾ നടന്നില്ലെങ്കിൽ നമുക്കൊരു വിഷമമാവുമല്ലോ. അപ്പൊ അതാണ് ഇപ്പൊ മെയിൻ ഇപ്പോഴത്തെ പ്ലാൻ. ജോലി കിട്ടി, ഇവിടെ നാട്ടിൽ എക്സ്പീരിയൻസിന് കയറുക, എന്നിട്ട് ഒരു 1-2 വർഷം കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകാൻ, അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഓക്കെ, അതുപോലെ തന്നെ യുവർ ഡ്രീം പ്ലേസ് ടു വിസിറ്റ്. കുറെ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് ഒത്തിരി ഡ്രീം പ്ലേസസ് ഉണ്ട് വിസിറ്റ് ചെയ്യാൻ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഗോവ വിസിറ്റ് ചെയ്യണമെന്നുള്ളത്. അത് ഞങ്ങൾ ഇപ്പോഴല്ല, പോയിട്ടിപ്പോൾ ഒരു 2-3 വർഷമായി. അപ്പൊ എൻ്റെ ഡ്രീം പ്ലേസിൽ ഒരു സ്ഥലം ഞാൻ വിസിറ്റ് ചെയ്തു ഓൾറെഡി, ഗോവ. അത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഫാമിലി എല്ലാവരുമായിട്ട് ഞങ്ങൾ പോയി. പക്ഷെ അതിന്റെ ഫോട്ടോസും കാര്യം അന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാം അങ്ങനെ യൂട്യൂബ് അതൊന്നും സ്റ്റാർട്ട് ചെയ്യാത്ത സമയമായിരുന്നു. അപ്പം അതിന്റെ ഫോട്ടോസ് ഇപ്പൊ എൻ്റെ കയ്യിലില്ല. ഞാൻ ഓൾറെഡി നോക്കി, ഉണ്ടെങ്കിൽ ഞാൻ സൈറ്റിൽ ആഡ് ചെയ്യാമായിരുന്നു. പക്ഷെ ഫോട്ടോസും കാര്യങ്ങളും ഒന്നുമില്ല, അതെല്ലാം പഴയ ഫോണിലായിരുന്നു. ഇപ്പൊ ഞാൻ അതിന് ശേഷം പിന്നെ വേറെ ഫോണൊക്കെ എടുത്തിട്ട് ഇപ്പം കുറെ വർഷമായിരുന്നു. ഇപ്പം ഗോവ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം പോകണമെന്ന് ആഗ്രഹമുള്ള സ്ഥലം ഒന്ന് കാശ്മീരാണ്. കാശ്മീർ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതുപോലെ തന്നെ കുറെ ഉണ്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റ്, കുറെ സ്ഥലങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ കുറെ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യണം, ഇങ്ങനെ കുറെ പ്ലാൻ ഉണ്ട്. അതും ഒരു ഫ്യൂച്ചർ പ്ലാനിൽ അത് വരും കേട്ടോ. കുറെ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യണം ആഗ്രഹമുണ്ട്. മെയിനായിട്ട് ഇപ്പം ആഗ്രഹം കാശ്മീർ എന്തായാലും വിസിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മോൾദീവ്സിൽ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ മെയിനായിട്ട് ഇപ്പം ഡ്രീം പ്ലേസ് ഫസ്റ്റ് ഞാൻ പ്രിഫറൻസ് കാശ്മീരാണ് കൊടുക്കുന്നത്. എന്തായാലും ഞാൻ കാശ്മീർ പോകുന്നതായിരിക്കും കേസ്. ഓക്കെ, അപ്പൊ അതാണ് എന്റെ ഡ്രീം പ്ലേസ് എന്നൊക്കെ പറഞ്ഞത്. ഇത് ഞാൻ കുറെ എല്ലാം ഇങ്ങനെ ടിക്ക് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ വിട്ടുപോകും ഏതൊക്കെയാണ്. ഒരാൾ എന്നോട് ചോദിക്കുന്നു, ഹൗ വാസ് അൺഎംപ്ലോയ്മെന്റ് ലൈഫ്? ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ടോ ചോദിച്ചേക്കുന്നത്. അൺഎംപ്ലോയ്മെന്റ് ലൈഫ് സോ ഗുഡ്, ഭയങ്കര രസമാണ്. കാരണം ഇപ്പൊ വേറെ പണിയൊന്നും ഇല്ലല്ലോ. കാരണം ആദ്യമൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വീട്ടിൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ കുത്തിയിരുന്ന് ചുമ്മാ നമ്മള് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇടയ്ക്ക് റീൽസ് എടുക്കുന്നു, എന്നാലും പിന്നെയും ഫുഡ് അടിക്കുക, കിടന്നുറങ്ങുക, ഇതൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പൊ അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി വരുന്നു. ഓൾറെഡി എനിക്ക് വീട്ടിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഞാൻ അങ്ങനെ എപ്പോഴും വീട്ടിലിരിക്കുന്ന വ്യക്തിയല്ല, എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് എപ്പോഴും പുറത്തായിരിക്കും. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഫുൾ വീട്ടിൽ തന്നെ ഉണ്ട്, വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം എങ്ങനെയുണ്ട് അൺഎംപ്ലോയ്മെന്റ് ലൈഫ് എന്ന് വെച്ചാൽ ചില സമയം നോക്കുമ്പോൾ ഭയങ്കര ബോറിംഗ് ആണ്, എന്നാലും അഡ്ജസ്റ്റ് ആയി വരുന്നു, കുഴപ്പമില്ലാതെ പോകുന്നു. എത്രയും പെട്ടെന്ന് ജോലി കിട്ടട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാലും എത്രയും പെട്ടെന്ന് മറ്റേ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഓൾറെഡി നേഴ്സിംഗിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഇച്ചിരി താമസിച്ചാണ് നടക്കുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ അതെല്ലാം ശരിയായി ജോലിക്ക് കയറട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് ചോദിച്ച എൻ്റെ ഒരു ഫ്രണ്ടാണ് ചോദിച്ചത്. കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു, ബോറിംഗ് ഉണ്ട്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകുന്നു. അതാണ്. ഇനി അടുത്തത്, ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്. ലൈഫിൽ ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്, ഒരു മിനിറ്റ് ഇരുന്നിട്ട് കസേര തെന്നിട്ട്. ലൈഫിൽ ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് കുറെ മൊമെന്റ്സ് ഉണ്ട്. ഇപ്പം റീസെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ BSc നേഴ്സിംഗിന്റെ റിസൾട്ട് വന്ന ഒരു സമയം ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിനെനിക്ക് ചെറിയൊരു മൊമെന്റോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ടൈമൊക്കെ ഭയങ്കര, അത് ആണ് എൻ്റെ ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ. കാരണം 4 വർഷം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആ ഒരു അച്ചീവ്മെന്റ് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. റീസെന്റ് ആയിട്ട് എൻ്റെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് അതാണ്. പിന്നെ അല്ലാതെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈംസ് ഒത്തിരി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഗോവയിൽ പോയ ടൈംസ്, അത് ഭയങ്കര ഹാപ്പി മൊമെന്റ് ആയിരുന്നു.
ഇതൊക്കെയാണ് ഹാപ്പി മൊമെന്റ്. പിന്നെ പറയാൻ തന്നെ ഒത്തിരി ഉണ്ട് ഗൈസ്, ഒത്തിരി ഹാപ്പി മൊമെന്റ് ഉണ്ട്. പിന്നെ ഫ്രണ്ട്സുമായിട്ട് ഞങ്ങളുടെ കോളേജ് ടൈമിലുള്ള ചില മെമ്മറീസ്, അതെല്ലാം ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആണ്. അതൊക്കെയാണ് എന്റെ ജീവിതത്തിൽ ഹാപ്പി മൊമെന്റ്സ് ഒക്കെ. ഇപ്പൊ റീസെന്റ് ആയിട്ട് BSc നഴ്സിംഗ് പാസ് ഔട്ട് ആയതാണ് എന്റെ ഏറ്റവും വലിയ ഹാപ്പിയസ്റ്റ് മൊമെന്റ്. ഓക്കെ, അടുത്തത്, ക്യാൻ യു ടെൽ മീ അബൌട്ട് യുവർ ഫ്രണ്ട്സ് ഫ്രം യുവർ നേറ്റീവ് പ്ലേസ്? എൻ്റെ സ്ഥലത്ത്, എൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സോ, അത് പറയുവാണെങ്കിൽ കുറേ പേര് എനിക്ക് ഫ്രണ്ട്സ് ആയിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഒത്തിരി പേര് സ്കൂളായിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, അതുപോലെ എൻ്റെ നാട്ടിലായിക്കോട്ടെ, എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. കാരണം ഞാൻ ഇച്ചിരി എന്ന് വെച്ചാൽ ആദ്യം ഒരാളോട് മിണ്ടി തുടങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആളാണ്. മിണ്ടി തുടങ്ങിയാൽ പിന്നെ ഞാൻ അടച്ചു വെക്കത്തേ ചലച്ചുകൊണ്ടേയിരിക്കും. അപ്പം എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നാട്ടിലിപ്പം പറയാൻ പേര് ലിസ്റ്റ് പറയാൻ വന്നാൽ ഒരുപാടുണ്ട്. എന്നാലും കുറച്ച് ക്ലോസ് ആയിട്ടൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി എൻ്റെ സ്റ്റോറീസിലൊക്കെ കാണാം. എൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ടുള്ള ഫ്രണ്ടാണ് അതുല്യ. പാറു എന്നാണ് ഞാൻ അവളെ വീട്ടിൽ വിളിക്കുന്നത്. അതുല്യ. പിന്നെ അതുപോലെ തന്നെ അഞ്ജു അവളുടെ ശരിക്കും, അതും അഞ്ജലി എന്നാണ് അവളെ ശരിക്കും, അഞ്ജു. പിന്നെ അതുപോലെ തന്നെ പ്രവീണ, അപർണ. പിന്നെ ഇവിടെ ഞങ്ങളുടെ പിന്നെ എൻ്റെ ഏജിലുള്ളവർ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ചേട്ടന്മാരും വരും. അതിൽ ഗോകുലേട്ടൻ വരും, അതുപോലെ പ്രശാന്ത് ഏട്ടൻ. പിന്നെ അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. പിന്നെ കാവ്യയുടെ ശരിക്കുള്ള ഒരു വൈഷ്ണവി എന്നാ കാവ്യ. അങ്ങനെ കുറെ പേരുണ്ട് ഇവിടെ, കുറെ പേര്, എത്ര പേര് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. ഉണ്ണിച്ചേട്ടൻ, ബിബിൻ ചേട്ടൻ, അങ്ങനെ കുറെ, മനോജ് ചേട്ടൻ, കുറെ പേര്, അങ്ങനെ ഒത്തിരി പേര് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അപ്പം സത്യം ഇപ്പൊ എല്ലാവരും കുറച്ച് പേര് ഇപ്പൊ നാട്ടിലുണ്ട്, അതിൽ കുറച്ച് പേരൊക്കെ നാട്ടിലുണ്ട്. വേറെ ചിലർ പഠിത്തമായിട്ടും ജോലിയൊക്കെ ആയിട്ട് വെളിയിലൊക്കെയാണ്. അപ്പം എല്ലാവരും സത്യം പറഞ്ഞാൽ ഇപ്പം എല്ലാവരും ഞങ്ങൾ ഒത്തുകൂടുന്ന മെയിൻ ആയിട്ട് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവത്തിനാണ് എല്ലാവരും ഒത്തുകൂടുന്നത്. എല്ലാവരും മാക്സിമം എത്താൻ നോക്കുന്നവരെല്ലാം ആ സമയത്താണ് ഒത്തുകൂടുന്നത്. അപ്പോൾ അവരെല്ലാം ആ സമയങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം കുറേ നാളിന് ശേഷം അവരെല്ലാം കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അവരെ പറ്റി പറയാൻ പറഞ്ഞാൽ എല്ലാവരും നല്ല പിള്ളേരാണ്. കാരണം എല്ലാവരും എൻ്റെ ആ ഒരു വൈബിനൊത്ത പിള്ളേരാണ്. നമ്മൾ മെയിനായിട്ട് നമ്മുടെ ആ ഒരു വൈബിനൊത്ത ആൾക്കാരുമായിട്ടായിരിക്കുമല്ലോ കൂടുതൽ നമ്മൾ കൂട്ടുകൂടുന്നത്. അപ്പൊ എല്ലാവരും ആ ഒരു വൈബിനൊത്ത പിള്ളേരാണ്. അങ്ങനെ കുറെ പേരുണ്ട് നാട്ടിലും. എൻ്റെ നാട്ടിലെ പിള്ളേരെ പറ്റി പറഞ്ഞാൽ വെരി സൂപ്പർ ഗൈസ്, സൂപ്പർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരാൾ ചോദിച്ചിട്ടുണ്ട് സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് ഗൈസ്, സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം വലിയ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ സുഖമാണോ? എല്ലാവരും സുഖമായിട്ടൊന്ന് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡു യു വാച്ച് K-drama? കൊറിയൻ ഡ്രാമ ആയിരിക്കും ഉദ്ദേശിച്ചത്. ഇല്ല ഗൈസ്, ഞാൻ കൊറിയൻ ഡ്രാമ വാച്ച് ചെയ്യുന്ന ഒരാളാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല. ഞാൻ അങ്ങനെ കൊറിയൻ ഡ്രാമ, അങ്ങനെ സീരീസോ അങ്ങനെ ഡ്രാമാസോ ഒന്നും അങ്ങനെ വാച്ച് ചെയ്യുന്ന ഒരാളല്ല. എന്നുവെച്ചാൽ താല്പര്യമില്ലാത്തതാണോ എന്ന് ചോദിച്ചാൽ എന്നുവെച്ചാൽ അത് വാച്ച് ചെയ്യാൻ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് സത്യം പറഞ്ഞാൽ തോന്നിയിട്ടില്ല. അതാണ് ഞാൻ എന്നുവെച്ചാൽ കൊറിയക്കാരെ ഇഷ്ടമല്ലെന്നല്ല കേട്ടോ, കൊറിയക്കാരെ എനിക്ക് ഇഷ്ടമാണ്. മെയിൻലി ഞാൻ ഈ നമ്മൾ ഗേൾസ് ആയതുകൊണ്ട് അറിയാമല്ലോ, സ്കിൻ കെയർ, അവർ ഓരോ മുഖമൊക്കെ ഗ്ലോ ചെയ്യാൻ വേണ്ടിയുള്ള ടിപ്സ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കാണത്തുള്ളൂ. അതൊക്കെ ഷോർട്സ് കാര്യം. അല്ലാതെ ഡ്രാമ സീരീസ് അങ്ങനെ വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഇതുവരെ വാച്ച് ചെയ്തിട്ടില്ല, ഇനി അത് വാച്ച് ചെയ്യുമെന്ന് അറിയത്തില്ല. എന്നാൽ ഇപ്പം ചെയ്യണോ അതിനോട് വലിയ ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ്. ചേച്ചി എപ്പോ ചെലവ് ചെയ്യും പാസ്സായതിന്റെ? ഇതെന്നെ ഇച്ചിരി ചിലവരെന്നെ ചേച്ചി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അത് ചിലവരെന്നെ കളിയാക്കിയിട്ട് വിളിച്ചിട്ടുണ്ട്. അതൊക്കെ എന്നെക്കാട്ടി മൂത്തമുള്ള. ഇതൊക്കെ ചിലവർ കൂടുതൽ എന്നെ അറിയാവുന്നവരൊക്കെയാണ് കൂടുതൽ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി എപ്പോൾ ചെലവ് ചെയ്യും? ഓൾറെഡി ഞാൻ പാസ്സായതിന്റെ ചെലവ് ഞാൻ ചെയ്തു. ഇനിയിപ്പോ ഞാൻ ജോലി കിട്ടിയിട്ട് ആദ്യ ശമ്പളത്തിൽ ഞാൻ ചെലവ് ചെയ്തായിരിക്കും. യെസ്, ഷുവർ, ഐ വിൽ ഡു. ഞാൻ ചെയ്യാം. ഇപ്പൊ തൽക്കാലത്തിന് എനിക്ക് ബഡ്ജറ്റ് ഒന്നും ഇല്ല എടുക്കാൻ. എന്നാലും ജോലിയൊക്കെ ഇട്ടിട്ട് ആദ്യ ശമ്പളത്തിൽ ഞാൻ തീർച്ചയായിട്ടും ചെലവ് ചെയ്യാം. ഓക്കെ, ഹൂ ഈസ് യുവർ ഇൻസ്പിറേഷൻ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഹൂ ഈസ് യുവർ ഇൻസ്പിറേഷൻ? ഓഫ് കോഴ്സ്, നോ ഡൗട്ട്, ഇറ്റ്സ് മൈ ഫാമിലി. എൻ്റെ ഇൻസ്പിറേഷൻ എപ്പോഴും എൻ്റെ ഫാമിലിയാണ്. കാരണം ഇന്ന് ഞാൻ ഈ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കാൻ കേപ്പബിൾ ആണെങ്കിൽ അതിനെന്നെ പിന്തുണച്ചത് എൻ്റെ ഫാമിലിയാണ്. അതുകൊണ്ട് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ അമ്മ, ഇവർ ഞങ്ങൾ മൂന്നുപേരുമാണ് എൻ്റെ ഒരു കൊച്ചു കുടുംബം എന്ന് പറയുന്നത്.
അപ്പം ഇവര് മൂന്നുപേരുമാണ് എൻ്റെ ഇൻസ്പിറേഷൻ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ റിലേറ്റീവ്സും അതുപോലെ ഫ്രണ്ട്സും അവരെല്ലാം ഉണ്ട് കേട്ടോ. അവരെ മാറ്റി നിർത്തുന്നില്ല ഞാൻ. കാരണം അതിൽ കുറേ പേര് എനിക്ക് നല്ല സപ്പോർട്ടാണ്. കാരണം ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ജേർണി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള അതിലൊക്കെ കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പല ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ ഞാൻ വ്ളോഗും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. അപ്പൊ അവരെല്ലാം പറഞ്ഞു കുറച്ചുകൂടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യും, അപ്പൊ അത് നല്ലതായിരിക്കും. കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും വരുന്നുണ്ട്. സോ അവരെല്ലാവരും ഇൻസ്പിറേഷനാണ്. സോ മെയിൻ എൻ്റെ ഫാമിലിയാണ്, എൻ്റെ അച്ഛൻ അമ്മ, അവരാണ് എൻ്റെ മെയിൻ ഇൻസ്പിറേഷൻ. കാരണം അവരാണ് എൻ്റെ റോൾ മോഡൽസ്. ഞാനിപ്പം ഞാനിവിടെ ഉണ്ടെങ്കിൽ അത് മെയിൻ എൻ്റെ അച്ഛനും അമ്മയാണ്. സോ മൈ ഇൻസ്പിറേഷൻ ഈസ് ഓഫ് കോഴ്സ് മൈ ഫാമിലി. അവരാണ് എൻ്റെ ബാക്ക് ബോൺ, എൻ്റെ സ്ട്രെങ്ത്, എല്ലാം എൻ്റെ ഫാമിലിയാണ്. ആൻഡ് ഓൾസോ എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും അവരെയും ഞാൻ മറക്കത്തില്ല. അവരും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും എനിക്ക് ഓരോ ഇൻസ്പിറേഷനാണ്. സോ ഇവരെല്ലാം. സോ ഐ ലവ് യു ഗൈസ്. വാട്ട് ഇൻസ്പയർഡ് യു ടു സ്റ്റാർട്ട് യൂട്യൂബ് ചാനൽ? യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ മെയിൻലി എനിക്ക് ഇൻസ്പിറേഷൻ തോന്നിയത്, എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ കുറേ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം എനിക്ക് വലിയ ഒത്തിരി ആളുകൾ നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു ഹാപ്പി മൊമെന്റ്സ് ഒക്കെ എല്ലാവരുമായിട്ട് കുറച്ച് പേര് അത് എല്ലാവരോടും ഷെയർ ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള വ്യക്തിയാണ്. അതാണ്. അപ്പൊ എൻ്റെ ജീവിതത്തിൽ എന്തൊരു കുഞ്ഞു കാര്യം നടന്നാൽ അത് നിങ്ങളുമായിട്ടൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് മെയിൻലി എനിക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ടാണ് എനിക്ക് ഓരോരുത്തരുടെ വീഡിയോസ് കാണുമ്പോൾ അതുപോലെ എനിക്കും ഷെയർ ചെയ്താൽ കൊള്ളാം എന്നൊക്കെ തോന്നി. അപ്പം അതൊക്കെയാണ് മെയിൻലി എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ചില ഹാപ്പി മൊമെന്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതാണ് മെയിൻ എൻ്റെ ഇൻസ്പിറേഷൻ, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഓക്കെ, മെയിൻ ഇതാണ് ഗൈസ്. എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ എന്നെ കുറച്ച് പേരെങ്കിലും കുറച്ചൊക്കെ നമ്മുടെ ഹാപ്പി മൊമെന്റ്സ് അത് പിന്നെ ഒരു കാലത്ത് നമുക്ക് എടുത്തു നോക്കുമ്പോഴും ഇതിൽ തന്നെ കിടക്കുമല്ലോ. അപ്പൊ അത് നമുക്ക് പിന്നെ ആയാലും വീഡിയോസ് ആയാലും നമ്മൾ ചാനലിൽ കിടക്കുമ്പോൾ അത് നമുക്ക് എടുത്ത് കാണാം. അപ്പൊ അതൊക്കെ ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാം. അതൊക്കെ വെച്ചാണ് ഞാൻ മെയിൻലി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. കുറെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ അറിയാലോ, ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് അതിനുള്ള ടൈം കിട്ടില്ല. കാരണം വർക്ക്, ഡ്യൂട്ടി, അസൈൻമെന്റ്സ്, എഴുത്ത്, പഠിത്തം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്ക് ആ ഒരു ടൈമിൽ അന്ന് തുടങ്ങാൻ പറ്റിയില്ല. അപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ അതുകൊണ്ട് അതിനുശേഷം ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. സോ ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ. ഓക്കെ, അപ്പൊ അതാണ് മെയിൻലി. അത് നല്ലൊരു ക്വസ്റ്റ്യൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അത് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് എന്നോട് വന്നിട്ടുണ്ട്. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ലവർ ഉണ്ടോ, ബോയ് ഫ്രണ്ട് ഉണ്ടോ, എന്താണ്, കമ്മിറ്റഡ് ആണോ, സിംഗിൾ ആണോ, പിന്നെ ഫ്യൂച്ചർ ഹസ്ബൻഡിനെ പറ്റിയുള്ള മാരേജ് പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ, ഫ്യൂച്ചർ ഹസ്ബൻഡിനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻസ് എന്താണ്, ഇത് കുറേ അല്ലാത്ത അതാണ് തോന്നുന്നു കൂടുതൽ അറിയാനൊക്കെ ഭയങ്കര കുറെ റിപ്പീറ്റഡ് ആയിട്ട് അത് വന്നിട്ടുണ്ട്. അപ്പം ഗൈസ് സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് നിലവിൽ ബോയ് ഫ്രണ്ട് കാര്യങ്ങളൊന്നുമില്ല, ഞാൻ സിംഗിൾ ആണ്. മാരേജ് പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? മാരേജ് പ്ലാൻ ഇപ്പം നിലവിലൊന്നുമില്ല. ഇപ്പൊ തൽക്കാലത്തേക്ക് മാരേജ് പ്ലാനോ കാര്യങ്ങളോ എന്തായാലും ഇപ്പൊ കുറച്ച് വർഷത്തേക്ക് എന്തായാലും ഇല്ല. ഒരു ജോലി കിട്ടി ഒന്ന് സെറ്റിൽ ആവണം, അതൊക്കെയാണ് ഇപ്പോഴത്തെ ജസ്റ്റ് പ്ലാൻ. മാരേജ് പ്ലാൻ ഒന്നും ഇപ്പൊ ഇല്ല. പിന്നെ ഫ്യൂച്ചർ ഹസ്ബൻഡിനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻസ്. ഫ്യൂച്ചർ ഹസ്ബൻഡിനെ പറ്റി എന്താണ്, കുറെ നമ്മളതുള്ളതുപോലെ എനിക്ക് കുറെ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ട്. ഭയങ്കര ലവിങ് ആയിരിക്കണം, കെയറിങ് ആയിരിക്കണം, അതുപോലെ തന്നെ നമ്മളെ പക്ഷെ മെയിൻ ആയിട്ട് നല്ല ക്യാരക്ടർ ആയിരിക്കണം. എന്താണ് പക്ഷെ കാരണം അറിയാലോ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് മാക്സിമം നമ്മളെ മനസ്സിലാക്കാൻ പറ്റിയൊരു പാർട്ട്ണർ ആയിരിക്കണം. കാരണം അപ്പൊ എല്ലാവർക്കും തെറ്റുകളും അതുപോലെ തന്നെ കുറവുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം എൻ്റെ ഭാവി വരൻ, എനിക്കെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ അത്യാവശ്യം നല്ല രീതി, പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡാൻസ് ഒക്കെ അറിയുന്ന ഒരാളായിരിക്കണം. കാരണം ഞാൻ ഈ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കും. എൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞിട്ടായാലും റീൽസ് സോഷ്യൽ മീഡിയസിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റിയ ഒരാളായിരിക്കണം. പിന്നെ കൂടുതൽ ഒത്തിരി ഇൻട്രോവേർട്ട് ആകരുത്, എന്നാലും അത്യാവശ്യം ഇച്ചിരി എക്സ്ട്രോവേർട്ട് ആയിട്ട് ഉള്ള ആൾക്കാരെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ അത്യാവശ്യം എന്താണ് നല്ല സപ്പോർട്ടായിരിക്കും നമുക്ക് എല്ലാ കാര്യത്തിലും. അതൊക്കെ ഓരോരുത്തരുടെ ഡിപ്പെൻഡ്. മെയിനായിട്ട് ഗൈസ് എന്താ നല്ല ക്യാരക്ടറാണ്, അതാണ് ഞാൻ മെയിൻ നോക്കുന്നത്. നല്ല ക്യാരക്ടർ ആയിരിക്കണം. പിന്നെ നീ ഞാനെന്നുള്ള ഒരു വ്യത്യാസം അങ്ങനെ അത് പാടില്ല. അത് എനിക്ക് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഈ ഫാമിലിയിൽ വേറൊരു ഫാമിലിയിൽ പോകുമ്പോൾ അവിടെ ഞാൻ അങ്ങനെ വേറെ അതും എൻ്റെ ഫാമിലിയാണ്.
അപ്പൊ അവരുടെ ഫാമിലി ഞാൻ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ അവരും തിരിച്ച് അങ്ങനെ കാണാൻ കഴിയുന്ന ഒരാളായിരിക്കണമെന്നും ആഗ്രഹമുണ്ട്. നമുക്ക് നേരത്തെ വാശി പിടിക്കാൻ പറ്റത്തില്ലല്ലോ, ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരാളാവണം എന്റെ പാർട്ട്ണറിന് എനിക്ക് ആഗ്രഹമുണ്ട്. നീയും അങ്ങനെ ഒരു വേറെ വ്യത്യാസമാണ്, ഒന്നിച്ച് ഒരു ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ അത് ഒരുമിച്ച് ഒരേപോലെ ഒരേ മനസ്സോട് പോകാൻ കഴിയുന്ന ഒരാളായിരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞോട് അത്യാവശ്യം നല്ല ഡാൻസ് ഒക്കെ, ഒത്തിരിയല്ല നല്ല ഡാൻസ് ഒക്കെ കളിക്കാൻ അറിയുന്ന ഒരാളായിരിക്കണം എന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല എന്റെ ആ ഒരു വൈബിലൊത്ത ഒരാളായിരിക്കണം, ആ ഒരു ചിൽമുള്ളത്തെ ഉള്ള ആളായിരിക്കണം എന്നൊക്കെയാണ്. ഇതൊക്കെയാണ് ഫ്യൂച്ചർ ഹസ്ബൻഡിനെ പറ്റിയുള്ള എന്റെ എക്സ്പെക്ടേഷൻസ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കുറച്ച് കൂട്ടി പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ചിരി വരും കേസ്. അതാ മെയിനായിട്ട് അതാ കേട്ടോ. ഇതാണ് അപ്പൊ എന്റെ ഇപ്പൊ തൽക്കാലത്തിന് എന്തായാലും ഇപ്പൊ മാരേജ് പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം അതിനെപ്പറ്റി അങ്ങനെ എന്തായാലും കുറച്ച് വർഷം, നാളല്ല കുറച്ച് വർഷങ്ങളിലേക്ക് ഞാൻ അത് ചിന്തിക്കുന്നുണ്ട്. പിന്നെ എന്റെ വീട്ടിലും അങ്ങനെ എന്നെ മാരേജിനെ പറ്റി അങ്ങനെ വലിയ നിർബന്ധമോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല. കാരണം അവര് പറയുന്നത് ഇപ്പം സ്വന്തം കാലിൽ നീ പഠിച്ചു ഒരു ജോലിയായിട്ട് സെറ്റിൽ ആണ്, എന്നിട്ട് നിനക്ക് ഇപ്പൊ മാരേജ് വേണോ അപ്പം പറഞ്ഞാൽ മതി എന്നാണ് എന്റെ വീട്ടിലായാലും. സോ എന്റെ വീട്ടിലും അങ്ങനെ തന്നെ മാരേജ് അങ്ങനെ ഫോഴ്സ് അങ്ങനെ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരെ എനിക്കപ്പം കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഇപ്പൊ തൽക്കാലത്തേന് ഞാൻ മാരേജും പ്ലാനൊന്നും ചെയ്യുന്നില്ല നിലവിൽ. ഇത്രേ ഉള്ളൂ മാരേജിനെ പറ്റി പറയാൻ. അത് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ, വേർ ഡു യു സീ യുവർ സെൽഫ് ഇൻ 10 years ഫ്രം നൗ? 10 വർഷം കഴിഞ്ഞ് ഞാൻ എങ്ങനെ ആയിരിക്കും? അത് പറയാൻ വന്നാൽ എന്തായാലും നമുക്ക് ഓരോ വർഷം കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം 10 വർഷം കഴിയുമ്പോൾ എന്തായാലും നമ്മളൊരു ജോലിക്ക് കിട്ടി ഓൾമോസ്റ്റ് ഒന്ന് സ്റ്റേബിൾ ഒക്കെ ആവായിരിക്കും. എന്തായാലും സ്റ്റേബിൾ ആവുമായിരിക്കും, നല്ല സ്റ്റേബിൾ ആവും. അപ്പൊ നമ്മുടെ ഫാമിലീസ് ആയിക്കോട്ടെ, നമ്മുടെ ഫാമിലി നമ്മളും എല്ലാം സ്റ്റേബിൾ ആവും. ആ സമയത്ത് ഇപ്പോഴേ എനിക്ക് അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും നമ്മളൊരു ഇപ്പോഴത്തെ ലൈഫിൽ നിന്നും കുറെ ചേഞ്ചസ് ആ ടൈമിൽ ഉണ്ടായിരിക്കും നമുക്ക്. നമ്മുടെ ഫാമിലീസ് ആയിക്കോട്ടെ, ചിലപ്പോൾ ഞാൻ എന്തായാലും പുറത്തായിരിക്കും. അപ്പം വേറൊരു രാജ്യം, വേറൊരു സ്ഥലം, വേറൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലൈഫ് സ്റ്റൈൽ, അതൊക്കെയാണ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയത്. അല്ലാതെ എനിക്ക് കാരണം ഓരോ ദിവസം എന്താ നമുക്ക് സംഭവിക്കുന്നത് നമുക്ക് നേരത്തെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതൊക്കെ ആയിരിക്കും എന്തായാലും ഒരു സ്റ്റേബിൾ. എന്തായാലും നമ്മുടെ ഫാമിലി നമ്മൾ എന്തായാലും പഴയതിനേക്കാളും കുറച്ചുകൂടെ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും മെച്ചപ്പെടും. കാരണം നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കരിയർ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഒരു വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്തായാലും നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ഫാമിലി നമ്മളെല്ലാവരും ഇപ്പോഴത്തെ ഈ ഒരു ലൈഫ് സിറ്റുവേഷനിൽ, ഇപ്പോഴത്തെ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും നേരെ മാറി നല്ലൊരു അടിപൊളി ലൈഫായിരിക്കും എന്തായാലും 10 വർഷം എന്തായാലും കഴിയുമ്പോൾ. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. അതിനെ കൂടുതൽ എനിക്ക് വിശദീകരിച്ച് പറയാൻ എനിക്ക് അറിയത്തില്ല കേസ്. അതാണ് മെയിനായിട്ട് അതിനെപ്പറ്റി എനിക്ക് അത്രേ ഉള്ളൂ പറയാൻ. പിന്നെ അതുപോലെ തന്നെ ചിലവര് ചോദിച്ചിട്ടുണ്ട്, വാട്ട്സ് വൺ തിങ് ദാറ്റ് സബ്സ്ക്രൈബേഴ്സ് ഡോണ്ട് നോ അബൌട്ട് യു? എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ പറ്റി അറിയാൻ പറ്റാത്ത കാര്യമാണ് അങ്ങനൊന്നുമില്ല കേസ്. ഇപ്പം ഞാൻ നിങ്ങളോട് ഈ പറയുന്നതിനാണ് ഞാൻ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ എങ്ങനെയാണോ അത് തന്നെയാണ് ഞാൻ റിയൽ ലൈഫിലും. എനിക്കങ്ങനെ പ്രത്യേകിച്ച് രണ്ട് പോകും അങ്ങനൊന്നുമില്ല. എനിക്ക് അങ്ങനെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം എന്നെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഞാൻ എങ്ങനെയാണോ ക്യാമറയിൽ അതുപോലെ തന്നെയാണ് ഞാൻ വീട്ടിൽ എല്ലാവരോടും, അച്ഛനായിക്കോട്ടെ അമ്മയുടെ അടുത്തായിക്കോട്ടെ, അവരോടെല്ലാം പെരുമാറും. നാട്ടിലെല്ലാവരോടും ഇങ്ങനെ തന്നെയാണ്. ഇനി അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇങ്ങനെയാണ്. എൻ്റെ ഒരു ക്യാരക്ടർ ഇതാണ്. ഞാൻ പെട്ടെന്ന് പിന്നെ എനിക്ക് ഭയങ്കര പെട്ടെന്ന് ഇമോഷൻ വന്നാൽ പെട്ടെന്ന് കരയുന്ന ആളാണ്. പെട്ടെന്ന് ദേഷ്യപ്പെടും. ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്. അതത്ര നല്ലതല്ല. കുറയ്ക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. എന്തായാലും ഞാൻ ഭയങ്കര ദേഷ്യപ്പെടും. ചില കാര്യങ്ങളൊന്നും കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീട്ടിലായാലും ഒക്കെ ദേഷ്യപ്പെടാറുണ്ട്. അതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് എന്നെ പറ്റി അറിയാൻ അങ്ങനെ പറയാൻ എക്സ്പെഷ്യലി മറച്ചു വെച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഞാൻ. ക്യാമറ എങ്ങനെയാണോ അതാണ് റിയൽ ലൈഫിൽ ഞാൻ. പ്രത്യേകിച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കോളേജ് ലൈഫിൽ മെമ്മറബിൾ ആയിട്ടുള്ള ഡേ ഏതാണ്? കുറെ കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം പറയാൻ തന്നെ പറ്റില്ല. പക്ഷെ എനിക്ക് ഏറ്റവും സത്യം പറഞ്ഞാൽ മെമ്മറബിൾ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ഞങ്ങളുടെ ലഞ്ച് ടൈം. എനിക്ക് ഏറ്റവും ഭയങ്കര മെമ്മറബിൾ ആയിട്ടാണ്. കാരണം എൻ്റെ കോളേജ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഫസ്റ്റ് ഇയർ തൊട്ടേ ഞാൻ വീട്ടിൽ പോയി വന്ന് പഠിച്ചു നിന്ന ഒരാളാണ്. ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. അപ്പൊ അതിൽ ആദ്യം നമ്മൾ വീട്ടിൽ പോയത് ഡേ സ്കോളേഴ്സ് 5 ഡേ സ്കോളേഴ്സ് ആയിരുന്നു ഉള്ളത്.
അപ്പം അത് പിന്നെ പിന്നെ അത് 8 അത് പിന്നെ 10 അങ്ങനെ ലാസ്റ്റ് എനിക്ക് 10 പേരായിരുന്നു, 10-11 പേരുണ്ടായിരുന്നു ഞങ്ങളുടെ ഡേ സ്കോളേഴ്സ്. അപ്പൊ അതിൽ എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ട് ഭയങ്കര ഞാൻ ഇപ്പോഴും ഓർത്ത് മിസ് ചെയ്യുന്ന ഒരു സമയം നമ്മുടെ ലഞ്ച് ടൈം ആണ്. കാരണം നമുക്ക് 1 മണി തൊട്ട് 2 മണി വരെ ആയിരുന്നു ബ്രേക്ക് ടൈം. അതിൽ നമ്മൾ സത്യം പറഞ്ഞാൽ 1 മണിക്ക് വരെ നമ്മൾ മിസ് പോകാൻ കാത്തു നിൽക്കും, ഇറങ്ങി ഓടാൻ, ഫുഡ് കഴിക്കാൻ നമ്മൾ ഓടും. കറക്റ്റ് 1 മണിയാകുമ്പോൾ മിസ് ഇറങ്ങി ഞങ്ങൾ അപ്പോഴേ പോയി കൈ കഴിച്ചിട്ട് നമ്മൾ ബെഞ്ചിലിരുന്നല്ല, നമ്മൾ തറയിൽ ഇതുപോലെ എല്ലാവരുടെ വട്ടത്തിൽ വന്നിരുന്നിട്ട് വീട്ടിൽ നിന്ന് എല്ലാവരും ഓരോ കറികളൊക്കെ കൊണ്ടുവരുമല്ലോ. നമ്മളോട് 2 ബോയ്സേ ഉള്ളായിരുന്നു. അപ്പൊ അവർക്കൂടെ ഉള്ള ഫുഡ് നമ്മൾ വീട്ടിൽ നിന്നുള്ളവരായിരുന്നു കൊണ്ടുവരുന്നത്. അപ്പൊ എല്ലാരും ഇങ്ങനെ വട്ടത്തിൽ വന്നിരുന്നിട്ട് വീട്ടിൽ നിന്ന് ഓരോ കറികളൊക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഓരോ ഫസ്റ്റ് സെക്കൻഡ് ഇങ്ങനെ ഫുൾ വിളിക്കും. അപ്പം എന്നിട്ട് ആദ്യം കൊണ്ടുവന്ന ആൾ ഒഴിച്ചിട്ട് ഈ ഫസ്റ്റ് പിടിച്ച ആള് ഒഴിച്ചിട്ടേ ബാക്കിയുള്ളവർക്കെല്ലാം കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ പാത്രം തുടങ്ങുമ്പോ ഇങ്ങനെ നിൽക്കും ഒരാള്, ആ പാത്രത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടിയുള്ള ഭയങ്കര ഒരു ത്വരയായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഇപ്പൊ ഞാനിപ്പോ എപ്പോഴും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും ഞാനത് ഓർക്കും. സത്യം പറഞ്ഞാൽ ഭയങ്കര മിസ്സിങ് ആണ് അതെല്ലാം. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഗെയിമൊക്കെ കളിക്കും. മെയിൻ ഈ പാട്ട് പാടി കളിക്കും. പാട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി അവള് ഓരോ പാട്ടിന്റെ ഇടയ്ക്ക് പാടും. എന്നിട്ട് നമ്മൾ 2 ടീമായിട്ട് തിരിഞ്ഞിട്ട് പാട്ടിന്റെ ഇടയ്ക്ക് അവൾ പാടിയിട്ട് ആ പാട്ടിന്റെ ഫസ്റ്റ് ലിറിക്സ് പറയണം. ഫസ്റ്റ് ലൈൻ ഏതാണ് പറയണം, ഫസ്റ്റ് തുടക്കം ഏതാണ്. അപ്പൊ അത് ഭയങ്കര അടി, അവിടെ ആ സമയം ഭയങ്കര അടിയും ബഹളമാണ്. കാരണം ഓരോരുത്തർക്ക് പോയിട്ട് ഇടും. കാരണം ചില പാട്ടിന് ചില ഹമ്മിങ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് വരെ പറയണം. പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് അവിടെ പോയിന്റ് വാലിഡ് അല്ല. അവരെത്ര പാട്ട് പറഞ്ഞാലും അത് വാലിഡ് അല്ല. അപ്പൊ ശരിക്കും എന്റെ കോളേജ് ലെവലിൽ ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു മെമ്മറബിൾ ടൈം എന്റെ ലഞ്ച് ടൈം ആണ്. പിന്നെ ബാക്കി ഫ്രണ്ട്സുമായിട്ടുള്ള എന്റെ പോസ്റ്റിംഗ് ആയിക്കോട്ടെ, ചില ഫൺ മൊമെന്റ്സ് എല്ലാം ഭയങ്കര മെമ്മറബിൾ ആണ്. എടുത്തു ചോദിച്ചാൽ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും എന്റെ ഡേ സ്കോളേഴ്സായിട്ടുള്ള എന്റെ ലഞ്ച് ടൈം ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഓരോന്നായിരിക്കുമല്ലോ. എനിക്ക് എന്റെ ലഞ്ച് ടൈമാണ് കൂടുതൽ മിസ് ചെയ്യുന്നത്. സോ ഇത് അവർ കാണുന്നുണ്ടെങ്കിൽ ഐ വിൽ മിസ് യു ഗൈസ്. ഞാൻ ആ സമയമൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് BSc നഴ്സിംഗ് കോളേജിലെ ഫ്രണ്ട്സിനെ എല്ലാം മിസ് ചെയ്യാറുണ്ടോ? ഇപ്പം തീർച്ചയായിട്ടും കുറെ മിസ് ചെയ്യാറുണ്ട്. കാരണം ഇപ്പം എന്ന് വെച്ചാൽ എല്ലാവരുടെയും നമ്മൾ അങ്ങനെ എപ്പോഴും വിളിയില്ല, മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് ഇടയ്ക്ക്. പക്ഷെ എന്നാലും ആ ഒരു എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പൊ ഒരുമിച്ചില്ലല്ലോ. പെട്ടെന്ന് കോളേജ് ലൈഫ് തീർന്നു എന്ന് പറയുന്ന ഇപ്പോഴും സത്യം എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം കോളേജ് ലൈഫ് കഴിഞ്ഞ് ഇനി നമ്മൾ ജോലി ആ ഒരു ഡിഫറെന്റ് മേഖലയിൽ എല്ലാവരും അവരവരുടെ ലൈഫ് നോക്കി എല്ലാവരും വേറെ വേറെ ഫീൽഡിലേക്ക് പോവല്ലേ. അപ്പം ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എല്ലാവരെയും. ഞാൻ പറഞ്ഞല്ലോ ആ ഒരു നിമിഷം എല്ലാം ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഭയങ്കര ഒരു നമ്മളറിയാലോ നമ്മുടെ സ്കൂൾ ജീവിതം ആയിക്കോട്ടെ, കോളേജ് ജീവിതം, അതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. അതൊക്കെ പിന്നീട് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റാത്ത കാലമല്ലേ. അപ്പൊ ഇനി അതൊക്കെ ഒരു മെമ്മറബിൾ ടൈമാണ് നമുക്ക്. അതൊക്കെയാണ് മെയിനായിട്ട് ഒത്തിരി മിസ് ചെയ്യുന്നത്. പറഞ്ഞ് ഞാൻ കുറച്ച് ഇമോഷണൽ ആയി പോകും. സോ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഐ വിൽ മിസ് യു ഗൈസ്, ലവ് യു. What are your most precious moment in your life that you never forget in this life? അതും ഞാൻ പറഞ്ഞ സാധനം തന്നെ. എൻ്റെ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ഞാൻ പറഞ്ഞല്ലോ, BSc നഴ്സിംഗ് പാസ് ഔട്ട് റിസൾട്ട് വന്ന ഒരു ദിവസമായിരുന്നു ഏറ്റവും മോസ്റ്റ് പ്രഷ്യസ്. കാരണം ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് പോയത് വേറെ എൻ്റെ വീട്ടിലോ വേറെ ആരുടെയും നിർബന്ധപ്രകാരമല്ല. ഞാൻ എൻ്റെ സ്വന്തം ഡിസിഷനിലാണ് ഞാൻ നേഴ്സിംഗ് ഫീൽഡിലോട്ട് പോയത്. ചിലവർ വീട്ടിൽ നിർബന്ധം കൊണ്ടൊക്കെ പോകുന്ന കുട്ടികൾ കാണുമല്ലോ. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എന്നെ LLBക്ക് വിടണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എനിക്ക് LLB ഫീൽഡിലോട്ട് താല്പര്യമില്ലായിരുന്നു. ഞങ്ങളുടെ പപ്പ എനിക്ക് കൊല്ലത്തൊക്കെ കോളേജൊക്കെ നോക്കി വെച്ചാൽ, എന്നാലും ഞാൻ പോകത്തില്ല എന്ന് ഒറ്റക്കാലം പറയുന്നത് ഒറ്റക്കാലെ തപസ് ചെയ്ത് നിന്ന് പോയി പഠിച്ചതാ. പക്ഷെ ഞാൻ പോയി ആദ്യം ഞാൻ വെച്ചത് സാധാരണ ഒരു പ്രഷർ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ മതി എന്നൊക്കെ വെച്ച് പോയതാണ്. പക്ഷെ ചെന്ന് കയറിയപ്പോഴാണ് ഗൈസ് ഒരു കടലാണ് നേഴ്സിംഗ്, പിന്നാണ് മനസ്സിലായത്. പക്ഷെ എന്നാലും ഞാൻ പൊരുതി. സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് അതുപോലെ തന്നെ എനിക്ക് ഇത്രയെങ്കിലും സംസാരിക്കാൻ ഇച്ചിരി എന്നെ ബോൾഡാക്കി മാറ്റിയതും ഈ നേഴ്സിംഗ് ജീവിതമാണ്. ആദ്യമൊക്കെ ഞാൻ എന്തോ പറഞ്ഞാലും പെട്ടെന്ന് കരയുന്ന ഒരു ടൈപ്പായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇപ്പം എനിക്ക് കുറച്ചൊക്കെ തൊലിക്കട്ടിയെങ്കിലും വെച്ച് തുടങ്ങിയത് നേഴ്സിംഗ് വന്ന ശേഷം. കാരണം അതുപോലുള്ള വഴക്കൊക്കെ നമ്മൾ ഇഷ്ടത്തിന് കേട്ടിട്ടുണ്ട് കേസ്. അപ്പൊ അതും ഒരു മെമ്മറബിളാണ്. അതൊക്കെ ഒരു മെമ്മറബിൾ ടൈമാണ്. ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് കേട്ട ചീത്ത അതൊക്കെ കേട്ടൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു മെമ്മറബിൾ ടൈമാണ്. അപ്പം
എൻ്റെ ലൈഫിൽ ആ ഒരു ഇത്രയും 4 വർഷം പഠിച്ച് ആ ഒരു റിസൾട്ട് വന്ന് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തു എന്ന ആ ഒരു ടൈം, ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രഷ്യസ്. അത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അതെന്നും എൻ്റെ ലൈഫിൽ എന്നും എനിക്ക് പ്രഷ്യസ് തന്നെയാണ്. പിന്നെ അല്ലാതെ കുറച്ച് എന്താണ്, എനിക്ക് പിന്നെ വേറെ പ്രഷ്യസ് എന്ന് പറയുമ്പോൾ ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഡാൻസിൽ എനിക്ക് കലാതിലകം ഒരു ഇത് മൊമെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈം, അത് സ്കൂൾ ടൈമിൽ, അതിപ്പം നല്ലൊരു 3-4 വർഷം മുന്നേ ആയിരുന്നു കലാതിലകം ഇതുണ്ടായിരുന്നു. അപ്പം അതും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും, കാരണം കുറെ ഞാൻ ഒരു 15 വർഷത്തോളം ഡാൻസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. 15 10 കറക്റ്റ് ഞാൻ വർഷം ഓർക്കുന്നില്ല ഗൈസ്. അപ്പൊ അതിനെനിക്ക് കലാതിലക പട്ടം, അങ്ങനെ പട്ടം എന്നാണ് അവന് പലരും പറയാൻ തോന്നുന്നു. എന്നാലും അതും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതും ഒരു പ്രഷ്യസ് മൊമെന്റ് ആണ്. പിന്നെ സാധാ പറയുവാണെങ്കിൽ പിന്നെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഇവരൊക്കെ കൂടെ ഉള്ള ഇപ്പൊ ടിൽ നൗ എനിക്ക് എൻ്റെ BSc നേഴ്സിംഗ് പാസ് ഔട്ട് ആയതാണ് എൻ്റെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മൊമെന്റ്. അതൊക്കെ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. ഓക്കെ ഗൈസ്, ഓൾമോസ്റ്റ് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ കവർ ചെയ്തു. അതുപോലെ ഇതൊക്കെയാണ് എന്നെ പറ്റി കൂടുതലും. പിന്നെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി MS ചെയ്യാൻ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പൊ റീസെന്റ് ആയിട്ട് MS ചെയ്യാൻ വലിയ പ്ലാൻ ഇല്ല. ഇനി ഭാവിയിൽ MS എടുക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ജോലി കാര്യങ്ങൾ അതൊക്കെ ആയിട്ടാണ്. അതാണ് ഇപ്പോഴത്തെ മെയിൻ. ജോലി എക്സ്പീരിയൻസിന് കയറി പുറത്തു പോകണം, അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള. MS ചെയ്യും ഇനി ഇപ്പൊ എന്തെങ്കിലും തൽക്കാലത്തെ പ്ലാൻ അല്ല. ഇനി ഭാവിയിൽ എടുക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അതൊക്കെ ഓരോ അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. സോ അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ്, ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത്രേ ഉള്ളൂ. മാക്സിമം എല്ലാവരും ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ എങ്ങനെയാണോ ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ, അത് തന്നെയാണ് ഞാൻ എൻ്റെ ക്യാമറയിലും. ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും വലിച്ചു കെട്ടുന്നില്ല. എല്ലാവർക്കും ഈ ഒരു Q&A വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആരെങ്കിലും നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നമുക്കൊരു ഗോൾഡൻ പ്ലേ ബട്ടണും അതുപോലെ സിൽവർ പ്ലേ ബട്ടണൊക്കെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതിന് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് കിട്ടും. സോ മസ്റ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. മാക്സിമം വീഡിയോസ് എല്ലാവരോടും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂട്ടത്തിൽ ആ ബെൽ ബട്ടനോട് നമ്മൾ കേൾക്കും. അപ്പൊ നമുക്ക് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ, ഞാൻ വീഡിയോസ് ആയിക്കോട്ടെ ഷോർട്സ് ആയിക്കോട്ടെ നമുക്ക് കിട്ടും. എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ചാനൽ. സോ ഇത്രയേ ഉള്ളൂ. ഇനിയും പുതിയൊരു വീഡിയോ കാണുന്നിടം വരേക്കും ബൈ ഗൈസ്.